സിനിമാ ചിത്രീകരണം ആരംഭിച്ചതിനു ശേഷം ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിച്ച് തിരക്കഥ മോഷ്ടിച്ച് ചിത്രീകരണം നടത്തുന്നതായി ആരോപണം. ഫിലിം ചേംബറിലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് തിരക്കഥാകൃത്തും സംവിധായകനുമായ അകത്തേത്തറ സ്വദേശി ഹുസൈൻ അറോണി എന്ന ഖാജ ഹുസൈൻ. സ്വപ്നങ്ങൾ വിൽക്കുന്ന ചന്ദ്രനഗർ എന്ന സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷമാണ് പരുത്തിപ്പുളി സ്വദേശിയായ സുരേന്ദ്രൻ തരൂർ നിർമ്മാണ സഹായിയായി സിനിമയുമായി ചേർന്നത്. ഇതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഹോട്ടൽ മുറിയിൽ തന്നെ പൂട്ടിയിട്ട് മർദ്ദിച്ച് തിരക്കഥ മോഷ്ടിച്ചത്. താനും ഭാര്യയും ചേർന്ന് 2.5 വർഷത്തോളം എടുത്താണ് തിരക്കഥ പൂർത്തിയാക്കിയത്. ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ പേര് പറയാൻ ഫോട്ടോ വെച്ചുകൊണ്ട് തന്നെ ഈ സുരേന്ദ്രൻ തരൂർ എന്ന് പറഞ്ഞാണ് ഹിന്ദു ശ്രീകുമാർ, തിരുവനന്തപുരം മഞ്ഞപ്പത്രക്കാരനാണ് പുള്ളിയും. അതുപോലെ ഹുസൈൻ വിക്കു ഒരു SDPI പ്രവർത്തകനാണ്, ഒരു നിരവധി കേസുകളിലൊക്കെ പ്രതിയാണ്. പുള്ളിയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. അതേപോലെ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യന്മാർക്ക് പൈസ സെറ്റിൽമെന്റ് ചെയ്തിട്ടില്ല. 16 ദിവസം വർക്ക് ചെയ്ത പല ടെക്നീഷ്യന്മാർക്കും പൈസ കൊടുത്തിട്ടുമില്ല. ഇതുമായി ഫിലിം ചേംബറിലേക്ക് വിളിച്ചപ്പോൾ അവിടെയും ഇദ്ദേഹം പണം കൊടുത്ത് സ്വാധീനിച്ചു. ഫിലിം ചേംബർ എന്ന് പറയുന്നത് സാധാരണക്കാരെ, ചെറിയ ചെറിയ സിനിമാക്കാരെ സപ്പോർട്ട് ചെയ്യുന്നു. ഒക്കെ വലിയ വലിയ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വലിയ വലിയ ബാനറുകൾ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫിലിം ചേംബറും പ്രൊഡ്യൂസർ അസോസിയേഷനും മുന്നോട്ട് പോകുന്നത്. ചെറുകിട സിനിമാക്കാരെ ആരെയും സപ്പോർട്ട് ചെയ്യില്ല. അത് ഞാൻ സജി നന്ദിയത്തായിട്ട് വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹവും കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത്. അവർക്കൊക്കെ അത് പണമുള്ളവരെ മാത്രം സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഫിലിം ചേംബറും പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിയമങ്ങൾ പലതും വരുന്നുണ്ടെങ്കിൽ പോലും സാധാരണക്കാരുടെ സിനിമയ്ക്കോ അതിൽ വർക്കേഴ്സിനോ അല്ലെങ്കിൽ നിലവിൽ ഒരു ബാനറുള്ള ഒരാളുടെ പരാതിയോ അവർ ഏറ്റെടുക്കുന്നില്ല. പണമുള്ളവരുടെ പരാതി മാത്രം ഏറ്റെടുക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴികളില്ല. കാരണം അവരോട് പറഞ്ഞത് തിരിച്ച് മേടിച്ചു തരാനോ ഒന്നും അവർക്കാർക്കും കഴിയുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ പത്രസമ്മേളനം വിളിച്ച് ഈ ചാനലിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയോടും നിയമങ്ങളോടും അതേമാതിരി പരിധി പോലീസ് സ്റ്റേഷനോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സാധാരണക്കാരുടെ ജീവിതമാർഗ്ഗമാണ്. എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ ജീവിതമാർഗ്ഗമാണ് പണം ബന്ധപ്പെട്ട് സംബന്ധിച്ച് പണക്കാർക്ക് വേണ്ടി മാത്രം നിയമങ്ങൾ വളച്ചൊടിക്കാതെ സാധാരണക്കാരർക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നും കൂടി ഇതിനോടൊപ്പം അപേക്ഷിക്കുകയാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 2.5 വർഷക്കാലം കാസ്റ്റിംഗ്, ഓഡീഷൻ, പൂജ, സോങ് റെക്കോർഡിംഗ് എന്നിവയും 5 ദിവസത്തെ ഷൂട്ടിങ്ങും തന്റേതായ 1KH പ്രൊഡക്ഷനാണ് നടത്തിയത്. തിരക്കഥ മോഷ്ടിച്ച് ചിത്രീകരണം ആരംഭിച്ചതോടെ തനിക്ക് 20 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായി. തിരക്കഥ മോഷ്ടിച്ച് സിനിമ ചിത്രീകരണം ആരംഭിച്ചതിനെതിരെ പോലീസ്, കോടതി എന്നിവയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ സോഷ്യൽ മീഡിയയിലൂടെ അപവാദ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ സ്വാധീനമുള്ള സുരേന്ദ്രൻ തരൂരും കൂടെയുള്ളവരും ചേർന്ന് പല വിധത്തിൽ ഭീഷണിപ്പെടുത്തുകയാണ്. തനിക്കെതിരെയുള്ള മോശമായ പ്രചരണങ്ങൾ പിൻവലിച്ച് തനിക്കുണ്ടായ മാനനഷ്ടത്തിന് പരിഹാരമുണ്ടാവണമെന്നും തിരക്കഥയ്ക്ക് മതിയായ പ്രതിഫലം ലഭിക്കണമെന്നും ഹുസൈൻ അറോണി പറഞ്ഞു. BJP നേതാവും ഇപ്പോൾ കോൺഗ്രസിലേക്ക് കൂറുമാറി ഒരു നേതാവും കൂടിയാണ് സുരേന്ദ്രൻ തരൂർ. അദ്ദേഹമാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസറായിട്ട് ഞങ്ങളെ സമീപിച്ചിട്ടുള്ളത്. അങ്ങനെ സിനിമയുടെ ചിത്രീകരണം തുടങ്ങി 16 ദിവസം എൻ്റെ നിയന്ത്രണത്തിലും എൻ്റെ ബാനറിലുമാണ് ആ സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി നമ്മുടെ സിനിമയിലേക്ക് കമ്മിറ്റ് ആകുന്നത്. അതുവരെ ഉണ്ടായ എല്ലാ ചെലവും തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളി നമ്മുടെ സിനിമയിൽ പ്രൊഡ്യൂസിങ് ഏറ്റെടുത്തിട്ടുള്ളത്. നിലവിൽ 16 ദിവസം ചിത്രീകരണം തുടങ്ങിയപ്പോൾ എൻ്റെ ഡയറക്ഷനിൽ പോയ അതേ സബ്ജക്റ്റ് എന്നെ ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് തരാനുള്ള ഒരു പണവും അതിൻ്റെ ഇതുവരെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളും ഒന്നും തരാതെ എന്നെ അവരെ സംഘം ചേർന്ന് ഒരു റൂമിൽ കൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തി അതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്. അവിടെ പാരഡൈസ് ഹോട്ടലിൽ വെച്ചിട്ടാണ് മലമ്പുഴ. ആ സമയത്ത് ഒരുപാട് ഭീഷണികളുണ്ടാകും. പുള്ളിക്ക് രാഷ്ട്രീയ സ്വാധീനവും പണവും എല്ലാം വെച്ചുകൊണ്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ പിന്നെ സിനിമയുടെ ചിത്രീകരണം നിന്ന് പോകണ്ട, നാളെ നമ്മുടെ ഭാവി വീണ്ടും ഒരു പരാതിയും കൂടി വന്ന് നമ്മുടെ ഭാവിയെ ബാധിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു ഇറങ്ങിക്കൊടുത്തു തൽക്കാലം. കാരണം പിന്നീട് ആ ചിത്രീകരണം മുന്നോട്ട് പോകില്ല. കാരണം എൻ്റെ സബ്ജക്റ്റാണല്ലോ, എൻ്റെ ഭാര്യയുടെ പേരിലാണ് ഞാനത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുള്ളിയോട് ഞാൻ പല പ്രാവശ്യം പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, പുള്ളി തന്നിട്ടില്ല. ഇപ്പോൾ ആ സിനിമയുടെ ചിത്രീകരണം എൻ്റെ അനുമതി ഇല്ലാതെ എൻ്റെ സബ്ജക്റ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളും അതേ പ്രമേയവും അതിൻ്റെ കണ്ടന്റും വെച്ച് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ചിത്രീകരണം പൂർത്തിയാക്കി. നാളെ അതിൻ്റെ പാക്കറ്റ് ദിവസമാണ്. ഞാൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്, അവർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്.
എന്നാൽ അവർ കൈപ്പറ്റുന്നതാണ് ഞാൻ അതിലുള്ള ട്രാക്ക് നോക്കിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എൻ്റെ സിനിമയുടെ ചിത്രീകരണത്തിന് ഇതുവരെ ഉണ്ടായ നഷ്ടങ്ങളും അതുപോലെ തന്നെ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എന്നെ തിരിച്ചേൽപ്പിക്കുകയാണ്. ആ സ്ക്രിപ്റ്റുമായി അവർ മുന്നോട്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഒരുപാട് കഷ്ടപ്പെട്ട് പറഞ്ഞ ഒരു സിനിമയുടെ ഒരു ചിത്രീകരണം തുടങ്ങിയ ഒരു പ്രീ പ്രൊഡക്ഷൻ തൊട്ട് അതിൻ്റെ എഴുത്ത് മുതൽ അതിൻ്റെ റിലീസ് വരെ ഒരു ഡയറക്ടർ അനുഭവിക്കുന്ന വേദനകളും അതിൻ്റെ ബാക്കിലുണ്ടാകുന്ന പ്രയാസങ്ങളും ചെലവുകളും ഒന്നും കണക്കിലെടുക്കാതെയാണ് വളരെ നിസ്സാരമായിട്ട് ഈ അദ്ദേഹം നമ്മളെ ഇറക്കി വിട്ടത്. ചേട്ടാ ഒരു ചായ. സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ. ഇതിന്റെ കേരള വിഷൻ വൈഫൈയാ? ഫാസ്റ്റ് ഒക്കെ തന്നെ, പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ്. ചായ ഫ്രീ അല്ല, കാശട് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ. ഫ്രീ ആയി കണക്ട് ആവൂ.